ഹായ്. ജിഷ്ണു സച്ചിൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന ഒരു യമണ്ടൻ കിടിലൻ എഡിറ്റ് ആണ് ഞാൻ ഇന്നിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ജിമ്മിലേക്ക് ഇറങ്ങിയാണ്, വെറുതെ ഒന്ന് ഇറങ്ങി, പുറത്തു ചെറിയ മഴയുണ്ട്, അപ്പോൾ കുറച്ചു നേരം വെറുതെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയതാണ്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞാൻ ഈ സാധനം കാണുന്നത്. ജിഷ്ണു സച്ചിൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. 1 മിനിറ്റ് 55 സെക്കൻഡിലെ ടർബോ അതുപോലെ തുടരും, രണ്ടും കൂടെ ഒരു ക്രോസ് ഓവർ ആണ്. പേട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ വരുമ്പോൾ സത്യത്തിൽ നമ്മൾ സിനിമ ആരാധകർ, സിനിമ പ്രേമികൾ ആഗ്രഹിച്ചത് ഇത്തരം ഒരു സീനൊക്കെ ആയിരുന്നു. ആൻഡ് അത് ഒരു ഒരുപക്ഷെ പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിൽ പുള്ളിക്കാരൻ ഇതിൽ തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ഷീണവും സങ്കടമൊക്കെ ഇവിടെ മാറാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളത് മസ്റ്റ് വാച്ച് അല്ലെ, നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം എന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. നിങ്ങളിത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോയി കാണാൻ ശ്രമിക്കുക. ഒരു കമന്റ് ഒക്കെ ഇട്ട് കൊടുക്കാൻ അമ്മാരി സാധനമാണ്. സോ ഒന്ന് കണ്ടോക്കാം. റെഡി. റാന്നി പവി വധക്കേസിലെ പ്രതിയും പവിയുടെ രണ്ടാനച്ഛനുമായ ഷൺമുഖൻ പോലീസ് കസ്റ്റഡിയിൽ. റാന്നി പെരുന്നാട് ഇൻസ്പെക്ടർ ജോർജ് മാത്തന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കമ്പത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. ഈ ഞങ്ങളുടെ വാരിക്കുഴിയിൽ വീണ ഒറ്റയാണല്ലടാ. ഏതൊറ്റക്കൊമ്പം വന്നാലും കൊല്ലും. അത് നോക്കി കറക്റ്റ് നോക്കണ പോലെ അതെ. ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്. അവർ വീണ്ടും ഒന്നിച്ച് എന്താവും അഗ്നേഷൻ അറിയാം. മോനെ അങ്ങനെ സാധനൊക്കെ ജിഷ്ണു സച്ചിൻ കട്ട്സ് അടിപൊളി കേട്ടോ, അടിപൊളി. വേറെ ഒന്നും പറയില്ല. നമ്മൾ മലയാളികൾ ഇത്തരത്തിലുള്ള സിനിമയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഇനിയും ലേറ്റ് ആക്കാതെ ഇങ്ങനെ ഒരു പടക്കെ ഇടയ്ക്ക് വിടും ആരെങ്കിലും ഒക്കെ. അങ്ങനെ ഒരു പ്രത്യാശയാണ് ഉള്ളിലുള്ളത്. വേറൊന്നും അറിയില്ല, എന്നാലും ആഗ്രഹിക്കുന്നു. വേറൊന്നും പറയുന്നില്ല. അടിപൊളിയായിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ജിഷ്ണു സച്ചിൻ പുള്ളിക്കാരന്റെ പേജിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇവിടെ റിയാക്ഷനിൽ വെച്ച്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വാക്കത്ത് കമന്റ് രേഖപ്പെടുത്തുക. ഇത്തരം ഒരു സിനിമയൊക്കെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ടെങ്കിൽ അതുകൂടെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് പോലീസ് സീനിൽ അല്ലെങ്കിൽ പോലീസ് ഇത്തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീനിൽ കത്തിയതാരാണ്? ടർബോ ജയിച്ചോ അതോ നമ്മുടെ ലാലേട്ടൻ ജയിച്ചോ? കമന്റ് ഉള്ളൂ. താങ്ക് യു.